ഇപ്പോൾ മലയാളത്തിലെ കോമഡി താരങ്ങളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ആള് എന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ചേട്ടൻ്റെ അടുത്ത്. പണ്ടത്തെ നമ്മുടെ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ബഹദൂർക്ക, അടൂർ ഭാസി ചേട്ടൻ, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ, അങ്ങനെ ഇങ്ങനെ വരുന്ന അവർക്ക് ശേഷം സുരാജ് വെഞ്ഞാറമ്മൂടെ നടൻ വന്നു. ഇതേപോലെ നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിൽ ഒരുപാട് പേരുണ്ടാവും വളർന്നു വരുന്ന. അവരെയൊക്കെ ചേട്ടൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ, അതേ അവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ പ്രോത്സാഹിപ്പിക്കും. അത് ഒരിക്കലും ഇപ്പോൾ എൻ്റെ ഈ കോമഡിക്ക് ഒരു പരിധിയുണ്ട്. എല്ലാവർക്കും കോമഡി ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത് ചിലപ്പോൾ എൻ്റെ സമയമായിരിക്കും ഇങ്ങനെ കോമഡി എല്ലാ ചിത്രങ്ങളിലും. പക്ഷേ എനിക്ക് കിട്ടാത്തത് നല്ല നല്ല ക്യാരക്ടർ റോൾസ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടണമെന്നാണ് ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുതിയ ആൾക്കാരെ പിന്നെ ഇപ്പോൾ പല ചാനലിലുള്ള റിയാലിറ്റി ഷോയിൽ നിന്നുള്ള പല ആൾക്കാരെയും ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്ത് ഓരോ പടത്തിൽ ചെയ്യും. കയറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഇത്രയും കൊല്ലം നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ഉപദേശം, അവർക്കൊരു 2 വാക്കിൽ ഒരു എളുപ്പവഴിയില്ല. എളുപ്പവഴി അല്ല. ശരിക്കും സിനിമ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാണുക, ഒരുപാട് കേൾക്കുക, അല്പം സംസാരിക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ അവരോടൊപ്പം എനിക്കും അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടണമേ എന്നും പ്രാർത്ഥിക്കും. അഭിനയിക്കുന്ന പടത്തിലൊക്കെ ഞാനും പാടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചേട്ടൻ ലാൽ ജോസ് സാറിനെ അവതരിപ്പിച്ചു. ലാലേട്ടനെയോ മമ്മൂക്കയെ അവതരിപ്പിക്കുന്ന സ്ഥിരം എല്ലാവരും കേട്ടിട്ടുണ്ട്. ലാലേട്ടനെ ഒന്ന് ചെയ്യാൻ പറ്റിയ ലാലേട്ടൻ്റെ ഈ കാസറ്റിലൊക്കെ വന്ന ഒരു കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖോളിയാർ ഗർജിച്ചു. മിയാറ്റൻസിൻ്റെ ഖോളിയാർ, ഖരാനകളുടെ ഖോളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേർന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവി കോർക്കാൻ, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുത്തൻ്റെയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സബ്നോं की जिंदगी कभी नहीं खत्म हो जाती है. സൂപ്പർ ചേട്ടാ. താങ്ക് യു. അതായത്